നമസ്കാരം, ഞാൻ വൈശ. എല്ലാവർക്കും ഏൺനെസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ എക്സാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട എന്നാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷണൽ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് DNA. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക്കാണ്, പക്ഷെ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് DNA എന്ന് പറയുന്നത്. ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റിനകത്ത് DNA, RNA നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഇന്ന് നമ്മൾ DNA ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, DNA ഈസ് കമ്പോസ്ഡ് ഓഫ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. നമുക്കറിയാം DNA എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ഒരു ജനിതക വസ്തുവാണ്, അല്ലേ? ഇപ്പോൾ RNA നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും RNAക്ക് പലതരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ട്, ഇൻക്ലൂഡിങ് ഒരു എൻസൈം വരെ ആയിട്ട് RNA ആക്ട് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് DNA നോക്കി കഴിയുമ്പോൾ DNAയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് DNA ഒരു ജനിതക വസ്തുവാണ്, ഒരു ജനറ്റിക് മെറ്റീരിയലാണ്. അത് തന്നെയാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. DNA ഒരു വൈറസ് മുതൽ അങ്ങ് ഹയർ ഓർഗാനിസം വരെയുള്ള പല ജീവികളിലും ഒരു ജനിതക വസ്തു അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത് DNA ആണ്. അപ്പോൾ DNA എന്ന് പറയുന്നത് നമുക്കറിയാം യൂക്യാരിയോട്സിലെ ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്നു. അതേസമയത്ത് പ്രോക്യാരിയോട്ടിനകത്ത് അവരുടെ മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഇല്ല പ്രോക്യാരിയോട്ടിന്. അവരുടെ ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്ന ആ ഒരു റീജിയണിലാണ് അവർക്ക് സർക്കുലർ ആയിട്ടുള്ള DNA കാണപ്പെടുന്നത്. അതേസമയത്ത് യൂക്യാരിയോട്ടിൽ അവരുടെ മർമ്മം അഥവാ ന്യൂക്ലിയസിനകത്ത് കൃത്യമായിട്ട് ലീനിയർ ആയിട്ടുള്ള DNA കാണപ്പെടുന്നു. ഇനി ഈ DNA എന്ന് പറയുന്നത് ഒരു മുത്തുമാല മാതിരിയാണ്, അല്ലേ? അതായത് ഒരു മാല എങ്ങനെയാണ് നമ്മൾ കോർത്തിരിക്കുന്നത് അത് മാതിരിയാണ്. ന്യൂക്ലിയോടൈഡുകളെ ഇതാ N1, നമുക്ക് ന്യൂക്ലിയോടൈഡ് 1 എന്ന് കൊടുക്കാം. അടുത്ത N2, N3 കണ്ടോ? അപ്പോൾ ഇത്തരത്തിൽ ഈ ഓരോ N1 എന്ന് പറയുന്ന ഒരു മുത്ത്, N2, N3 അങ്ങനെ പോകുന്നു. ആൻഡ് ഇവരെ കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കാണാം? ഒരു ലിങ്കേജ് കാണാം. ഇതാണ് ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ്. മനസ്സിലായോ? അപ്പോൾ ന്യൂക്ലിയോടൈഡുകളെ തമ്മിൽ മാല പോലെ ചേർത്ത് അവിടെ ഒരു ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ് ആണ് ഇങ്ങനെ ചേർക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഒരു ഇഴ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ N1, N2, N3 ഇവർ തമ്മിലുള്ള ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ്. അങ്ങനെ ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ടായി. പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നിലധികം ന്യൂക്ലിയോടൈഡ്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് ഈ ന്യൂക്ലിയോടൈഡ്? ഒരു ന്യൂക്ലിയോടൈഡ് അടുത്ത ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞു. എന്താണ് ഇപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ? നമുക്ക് നോക്കാം. ഓക്കെ, സോ DNA ഈസ് കമ്പോസ്ഡ് ഓഫ് 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെയുള്ള N1, N2, N3 ഇതൊരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. അതുപോലെ തന്നെ അടുത്ത ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ദാ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ചേർന്നിട്ടാണ് DNA ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇനി നമുക്ക് അതിലേക്ക് പിന്നീട് വരാം. നമുക്ക് കുറച്ചുകൂടെ ബേസിക് ആയിട്ട് പോവാം. ഈ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ എന്ന് പറയുമ്പോൾ ഒന്നിലധികം ന്യൂക്ലിയോടൈഡുകൾ, അല്ലേ? അപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പം ദാറ്റ് ഈസ് എ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA. DNAയുടെ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്കാണ് ന്യൂക്ലിയോടൈഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ന്യൂക്ലിയോടൈഡിനകത്ത് ഉള്ള ആളുകളാണ് 3 പേര് ഷുഗറുകൾ. ഒന്ന് ഷുഗർ, ഇവിടെ DNAയിലെ ഷുഗറിൻ്റെ പേര് അവിടെയുണ്ട് ഡിയോക്സി റൈബോസ് എന്നാണ്. RNAയിൽ സെയിം ആണ്. RNAയിലെ ഷുഗർ വരുമ്പോൾ റൈബോസ് എന്ന് പറയും, DNAയിലെ ഡിയോക്സി റൈബോസ് എന്ന് പറയും. ഈ ഷുഗറിലേക്കാണ് നമ്മുടെ നൈട്രജൻ ബേസിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ഫോസ്ഫേറ്റിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. DNA നിർമ്മിച്ചിരിക്കുന്നത് 2 പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ വെച്ചിട്ടാണ്. അതിൽ ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് 3 ആളുകളെ ചേർത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഷുഗർ, ഒരു ഫോസ്ഫേറ്റ്, ഒരു നൈട്രജൻ ബേസ്. ഓക്കെ, അതിൽ ഷുഗർ ഇവിടെ ഡിയോക്സി റൈബോസ് ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കേ, 2 പ്രൈമിൽ ഈ വരച്ചിരിക്കുന്നതാണ് നമ്മളുടെ ഡിയോക്സി റൈബോസിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ഇതാ. അപ്പോൾ ഇവിടെ ദിസ് ഇസ് കാർബൺ നമ്പർ 1, ദിസ് ഇസ് കാർബൺ നമ്പർ 2, 3, 4 and 5. ഓക്കെ, അതിൽ സെക്കൻഡ് കാർബണിൽ ഇവിടെ ഇൻ കേസ് ഓഫ് ഡിയോക്സി റൈബോസ് H മാത്രമേ ഉണ്ടാകൂ. ദിസ് ഇസ് സ്ട്രക്ചർ ഓഫ് ഡിയോക്സി റൈബോസ്. ബട്ട് ഇൻ കേസ് ഓഫ് റൈബോസ് എന്താ സംഭവിക്കുക? ഇവിടെ OH ആയിരിക്കും ഉണ്ടാവുക. ദാറ്റ് ഈസ് റൈബോസ്. ഡിയോക്സി റൈബോസ്, ഈ ഓക്സിജൻ അവിടുന്ന് എലിമിനേറ്റ് ആയി, H മാത്രമേ, ഡിയോക്സി. അപ്പോൾ അതാണ് ഷുഗറിൻ്റെ കാര്യം ഓർക്കുക. ദാറ്റ് ഈസ് ഡിയോക്സി റൈബോസ് ഇൻ കേസ് ഓഫ് DNA.
ഇതാ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം നമുക്ക് ഈ ഫിഗറിലൂടെ ഒന്ന് മനസ്സിലാക്കാം. ഈ ഗ്രേ കളറിൽ കാണുന്നത് കണ്ടോ, ദിസ് വൺ, ഇതാണ് ബാക്ക് ബോൺ കണ്ടോ, ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ആൻഡ് അനദർ വൺ ഈ സെക്കൻഡ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. ഓക്കെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇനി ഈ ഫിഗറിൽ കാണുന്നത് ഒരു ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചറാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ നടുക്ക് കാണുന്ന ഡിയോക്സി റൈബോസ്, ഞാനിപ്പോൾ വരച്ചേക്കുന്ന ഡിയോക്സി റൈബോസ്. ഓക്കെ, ഈ ഡിയോക്സി റൈബോസിന്റെ കാർബൺ നമ്പറൊക്കെ ഞാൻ ഇപ്പുറത്ത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ കാർബണിലേക്കാണ് നൈട്രജൻ ബേസുകൾ അറ്റാച്ച് ചെയ്തിട്ട്, ഇവിടെ നോക്കിക്കേ കണ്ടോ, നൈട്രജൻ ബേസ് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു ഒന്നാമത്തെ കാർബണിലേക്ക്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റ് നമുക്കറിയാം. ദെൻ ഇതിന്റെ അഞ്ചാമത്തെ കാർബണിലേക്ക് ഇതാ ഇവിടെ ഫോസ്ഫേറ്റിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ക്ലിയർ? അപ്പൊ മൂന്നാളുകൾ, ഒരു ഷുഗർ, ഒരു നൈട്രജൻ ബേസ്, അതുപോലെ തന്നെ ഫോസ്ഫേറ്റ്. ഒന്നാമത്തെ കാർബണിലേക്ക് നൈട്രജൻ ബേസിനെയും അഞ്ചാമത്തെ 5 കാർബണുള്ള ഷുഗറാണ് ഡിയോക്സിറൈബോസ് ആണെങ്കിലും റൈബോസ് ആണെങ്കിലും 5 കാർബണുള്ള ഷുഗറുകളാണ്. അപ്പൊ അതിന്റെ അഞ്ചാമത്തെ കാർബണിലേക്കാണ് ഫോസ്ഫേറ്റിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ വ്യത്യാസം നമ്മൾ പറഞ്ഞു, റൈബോസും ഡിയോക്സിറൈബോസും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഈ ബോണ്ടുകളെ പരിചയപ്പെടാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നോക്കിക്കേ, ഇവിടെ ഒന്നാമത്തെ കാർബണിലേക്ക് നൈട്രജൻ ബേസിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ബോണ്ടാണ് ഗ്ലൈക്കോസൈഡിക് ബോണ്ട്. ഷുഗറിന്റെ ഒന്നാമത്തെ കാർബണിലേക്ക് നമ്മളുടെ നൈട്രജൻ ബേസിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ലിങ്കേജിനെ, ആ ബന്ധനത്തിനെയാണ് നമ്മൾ ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് എന്ന് വിളിക്കുന്നത്. ഇനി നൈട്രജൻ ബേസ് അഡിനിനോ, ഗ്വാനിനോ, തൈമിനോ, സൈറ്റോസിനോ, യുറാസിലോ ഒക്കെ ആവാം. യുറാസിൽ ഇൻ കേസ് ഓഫ് RNA. യുറാസിലിന്റെ സ്ഥാനത്ത് DNA വരുന്നത് തൈമിനാണ് എന്നും ഓർക്കുക. ദെൻ ഫോസ്ഫേറ്റിന്റെ കേസിൽ ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് വഴി ഇതാ അഞ്ചാമത്തെ കാർബൺ അല്ലെ, ഇവിടെ ഒരു കാർബൺ ഉണ്ട്, അതുവഴി നമ്മുടെ ഫോസ്ഫേറ്റിനെ അവിടെ ജോയിൻ ചെയ്തിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ ഓർത്തിരിക്കേണ്ടത്. അപ്പൊ നമ്മൾ ന്യൂക്ലിയോടൈഡ് മനസ്സിലാക്കി, ന്യൂക്ലിയോടൈഡ് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ന്യൂക്ലിയോസൈഡ് കാണണം. അതിന് മുമ്പ് നമുക്ക് ഒന്നുകൂടെ ഇത് നോക്കാം. ഇത് കണ്ടോ, ഫോസ്ഫേറ്റ് ഓൺ 5th കാർബൺ, നൈട്രജൻ ബേസ് ഓൺ 1st കാർബൺ. സെക്കൻഡ് കാർബണിൽ അവിടെ H മാത്രമേ ഉള്ളൂ, O ഇല്ല. ഇത്രയും പോയിന്റുകൾ ഇവിടെ ഓർത്തിരിക്കുക. ഷുഗർ, റൈബോസ് ഇൻ RNA, ഡിയോക്സിറൈബോസ് ഇൻ DNA. 5 ടൈപ്പ്. നമുക്ക് നൈട്രജൻ ബേസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പ്യൂരിൻസ് ആൻഡ് പിരമിഡിൻ. അതായത് നമ്മുടെ ഒന്നാമത്തെ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന നൈട്രജൻ ബേസ് 2 തരത്തിലുണ്ട്. ഒന്ന് പ്യൂരിൻസും 2 പിരമിഡിൻസും. ഈ താഴെ കാണിച്ചിരിക്കുന്ന 2 സൈക്കിളുള്ള അല്ലെ, 2 ചക്രമുള്ള ആൾക്കാരെ നമുക്ക് പ്യൂരിൻസ് എന്ന് വിളിക്കാം. പ്യൂരിൻസ് അതിന്റെ കോഡ് ചിലപ്പം നമുക്കൊരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ടാവും, പ്യൂരിൻസ് ആരൊക്കെയാണ്, പിരമിഡിൻസ് ആരൊക്കെയാണെന്ന്. പ്യൂരിൻസ് എന്ന് പറഞ്ഞാൽ ഗ്വാനിൻ ആൻഡ് അഡിനിൻ, പുക എന്ന് ഓർക്കുക. ഓക്കെ, ദിസ് ഇസ് ദ കോഡ് ഫോർ പ്യൂരിൻസ്. പ്യൂരിൻസ്, ഗ്വാനിൻസ് ആൻഡ് അഡിനിൻസ്. ബാക്കിയുള്ളത് എല്ലാവരും തന്നെ സൈറ്റോസിൻ, അതുപോലെ തന്നെ തൈമിൻ, യുറാസിൽ എല്ലാവരും തന്നെ എന്താണ്, പിരമിഡിൻസ് ആണ്. ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ ന്യൂക്ലിയോടൈഡ് എന്താണ്? ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് ഷുഗറും നൈട്രജൻ ബേസും ഫോസ്ഫേറ്റും കൂടെ ചേർന്ന സ്ട്രക്ചറാണ്. ഇവരൊരു മാല പോലെ ചേർന്നാണ് ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ DNA ഉണ്ടായിരിക്കുന്നത്. അടുത്തൊരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ 2 പേരും കൂടെ ചേർന്നാണ് DNA ആയിട്ട് മാറിയിരിക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ന്യൂക്ലിയോടൈഡ്സ് ആർ ജോയിൻ ടു ഈച്ച് അതർ അല്ലെ, ഇൻ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ത്രൂ 3' ഹൈഡ്രോക്സൈൽ ഓഫ് അതായത് നമുക്ക് അതിലേക്ക് വരാം. ഇനി എങ്ങനെയാണ് ഈ ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ടായിരിക്കുന്നത്? ഫോസ്ഫോഡൈഎസ്റ്റർ ബന്ധനം വഴിയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് ഒരു ന്യൂക്ലിയോടൈഡ് ആണ്, ഇതൊരു ന്യൂക്ലിയോടൈഡ് ആണ്, ഇതൊരു ന്യൂക്ലിയോടൈഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു നമുക്ക് ഇതെടുക്കാം. ഒന്നാമത്തെ ന്യൂക്ലിയോടൈഡിന്റെ ഇത് 2ാം കാർബൺ, ഇത് 3ാം കാർബൺ. 3ാമത്തെ കാർബൺ കണ്ടോ, 3ാമത്തെ കാർബണിലെ OH N2 2ാമത്തെ ന്യൂക്ലിയോടൈഡിന്റെ ഈ ഫോസ്ഫേറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ഈ ബന്ധനം, ഇതിനെയാണ് നമ്മൾ ഫോസ്ഫോഡൈഎസ്റ്റർ ലിങ്കേജ് എന്ന് വിളിക്കുന്നത്. അതുപോലെ അടുത്തത് N2 എന്ത് ചെയ്യുന്നു? N2
N2-ന്റെ അതായത് ന്യൂക്ലിയോടൈഡ് 2-ന്റെ മൂന്നാമത്തെ ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് അഞ്ചാമത്തെ ഫോസ്ഫേറ്റിനെ അറ്റാക്ക് ചെയ്ത് ഒരു ഫോസ്ഫോഡൈഎസ്റ്റർ ലിങ്കേജ് ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് കണക്ഷൻ വരുന്നത്. കണ്ടോ? ഇനി നമുക്ക് ഇതിലേക്ക് വരാം. ന്യൂക്ലിയോടൈഡ്സ് ആർ ജോയിൻ ടു ഈച്ച് അതർ. എങ്ങനെയാണ്? ഒരു ഡിയോക്സി റൈബോസിന്റെ 3' OH 3' എന്ത് ചെയ്യുന്നു? അടുത്തതിന്റെ ഫോസ്ഫേറ്റിനെ 5' അറ്റാക്ക് ചെയ്തിട്ടാണ് ഫോസ്ഫോഡൈഎസ്റ്റർ. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. ചോദിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, നോക്കി വെക്കുക. ഇനി ഓർഡർ ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും, കാരണം ഓരോ സീക്വൻസ് ഓരോ ജീൻ അനുസരിച്ച് ഏത് ഓർഡർ വേണം എന്നുള്ളതൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും അല്ലേ. എനോറമസ് ആയിട്ടുള്ള ഇൻഫോർമേഷനാണ് DNA കണ്ടെയ്ൻ ചെയ്യുന്നത്. നമ്മുടെ എല്ലാ ഫീച്ചേഴ്സിനും വേണ്ട ഇൻഫോർമേഷൻ, നമ്മുടെ എൻസൈമുകൾ, നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കുള്ള ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് DNA-യിലാണ്. സോ സീക്വൻസ് വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നെ നോക്കുക. അപ്പോൾ ഇനി ഈ കാണുന്നത് ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ, ഈ കാണുന്നത് അടുത്ത പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഈ കാണുന്ന റൈബോസ്, അതിലേക്ക് ഉള്ള നൈട്രജൻ ബേസ്, ദിസ് ഇസ് കാർബൺ നമ്പർ 1 ആൻഡ് ഫോസ്ഫേറ്റ് പുറത്തേക്ക് നിൽക്കുന്നത് നമുക്ക് കാണാം, കാർബൺ നമ്പർ 5. അടുത്ത പോളിന്യൂക്ലിയേറ്റഡ് ചെയിൻ ആണ് ഇപ്പുറത്തെ സൈഡിലുള്ളത്. ഇവർ തമ്മിൽ, ഈ നൈട്രജൻ ബേസുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, നൈട്രജൻ ബേസുകൾ തമ്മിൽ, രണ്ട് പോളിന്യൂക്ലിയോടൈഡ് ചെയിനിലെ നൈട്രജൻ ബേസുകൾ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുമ്പോഴാണ് ഈ രണ്ട് പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകൾ തമ്മിൽ ബന്ധപ്പെടുന്നത്. അങ്ങനെയാണ് രണ്ടുപേരും അടുത്ത് വരുന്നത്. മനസ്സിലായോ? അപ്പം നമുക്ക് അറിയാം, വാട്സൺ ആൻഡ് ക്രിക്ക് പെയറിംഗിൽ അഡെനിൻ വിൽ പെയർ വിത്ത് തൈമിൻ. എത്ര ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും? 2 ഹൈഡ്രജൻ ബോണ്ടുകൾ ഉണ്ടാവും. ദെൻ ഗ്വാനിൻ വിൽ പെയർ വിത്ത് സൈറ്റോസിൻ. എത്ര ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും? 3 ഹൈഡ്രജൻ ബോണ്ടുകൾ ഉണ്ടാവും. അങ്ങനെയാണ് രണ്ട് പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകൾ തമ്മിൽ അടുത്ത് വരുന്നത്. നിങ്ങൾക്ക് ഫിഗറിൽ കാണാം, കണ്ടോ? 2 ഹൈഡ്രജൻ ബോണ്ട് ഇൻ ബിറ്റ്വീൻ അഡെനിൻ തൈമിൻ, 3 ഹൈഡ്രജൻ ബോണ്ട് ഇൻ ബിറ്റ്വീൻ ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. അപ്പൊ ഈ നമുക്ക് പറയാം, ഈ പുറമേ കാണപ്പെടുന്ന ഇത് എന്ന് പറയുന്നത് ബാക്ക് ബോൺ ആണ്, അതായത് ഷുഗർ ആൻഡ് ഫോസ്ഫറസ് ആണ്. കണ്ടോ? ഈ ഷുഗർ ആൻഡ് ഫോസ്ഫറസ് ആണ്. ഓക്കെ, ഷുഗർ ആൻഡ് ഫോസ്ഫറസ് ആണ് ഈ കാണുന്നത്. നടുക്കുള്ള ഈ ബോക്സുകളാണ് നമ്മുടെ നൈട്രജൻ ബേസുകൾ. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, പ്യൂരിൻസ് ആൻഡ് പിരമിഡിൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്യൂരിൻസ് ആർ പുക, ഗ്വാനിൻ ആൻഡ് അഡിനിൻ. പിരമിഡിൻസ് ആർ സൈറ്റോസിൻ, യുറാസിൽ ആൻഡ് തൈമിൻ. ഓർത്ത് വെച്ചേക്കണേ. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ന്യൂക്ലിയോടൈഡ് എന്താണ്, ഷുഗർ എന്താണ്, അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അത് കൂടാതെ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. വാട്ട് ആർ ന്യൂക്ലിയോസൈഡ്? ന്യൂക്ലിയോസൈഡ് എന്താണ്? ഇവിടെയുണ്ട്, ദ ഷുഗർ ആൻഡ് ബേസ് എലോൺ. അതായത് ഫോസ്ഫേറ്റ് ഇല്ലാത്ത കണ്ടീഷൻ, സ്ലൈഡിൽ ഉണ്ട്, കണ്ടോ? ന്യൂക്ലിയോസൈഡ് എന്ന് പറയുമ്പോൾ ഫോസ്ഫേറ്റ് ഇല്ലാത്ത അവസ്ഥ, അതായത് ഷുഗറും ഉണ്ട്, നൈട്രജൻ ബേസും ഉണ്ട്. നമ്മുടെ ഡിയോക്സി റൈബോസ് ഷുഗർ ഉണ്ട്, അതിൻ്റെ ഒന്നാമത്തെ കാർബണിൽ ആ ബേസും ഇരിപ്പുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയോസൈഡ്. ഇതിലേക്കാണ് ഫോസ്ഫേറ്റ് വരുന്നത്, അപ്പോഴാണ് ന്യൂക്ലിയോടൈഡ് ആയിട്ട് മാറുന്നത്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്. ന്യൂക്ലിയോടൈഡിൽ 3 പേരും ഉണ്ടാവും, നൈട്രജൻ ബേസും ഷുഗറും അതുപോലെ തന്നെ ഫോസ്ഫേറ്റും ഉണ്ടാവും. ന്യൂക്ലിയോസൈഡിൽ ആരുണ്ടാവില്ല? ഫോസ്ഫേറ്റ് ഉണ്ടാവില്ല. ഈ പോയിന്റും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോവാം. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഈ രണ്ട് സ്ട്രാൻഡും ആൻറ്റി പാരലലാണ്. ഓക്കെ, നോക്കിക്കേ. The 2 strands of double helix are wound around each other in anti-parallel. Polarity is different. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ലൈനായിട്ട് റെപ്രസെൻ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം, ഒരറ്റത്തുള്ള റൈബോസിൻ്റെ മൂന്നാമത്തെ കാർബൺ അല്ലേ, അവിടുത്തെ OH ഇങ്ങനെ നിൽക്കും. നേരെ ഓപ്പോസിറ്റ് ഉള്ളത് 5ാമത്തെ കാർബണിലെ ഫോസ്ഫേറ്റ്. നമ്മൾ ആ സ്ട്രക്ചർ പഠിച്ചതാ. ഇവിടെ നോക്കൂ, ഇത് കണ്ടോ? ഒരിടത്ത് ഫോസ്ഫേറ്റ് ആണ് പുറത്തേക്ക് നിൽക്കുന്നത്, അടുത്ത സ്ഥലത്ത് 3' OH ആണ് നിൽക്കുന്നത്. സോ നമുക്കിത് ലൈനായിട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം അല്ലേ? 5' ഫോസ്ഫേറ്റ്, 3' OH. അപ്പോൾ ഒരു സ്ട്രാൻഡ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ജസ്റ്റ് നെക്സ്റ്റ് സ്ട്രാൻഡ് എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. 5' ഫോസ്ഫേറ്റ്, 3' OH. നേരെ ഓപ്പോസിറ്റ്, ആൻറ്റി പാരലൽ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ അതാണ് the 2 chains have same helical geometry but have
ഓപ്പോസിറ്റ് പൊളാരിറ്റി, ഓപ്പോസിറ്റ് 5' 3' ഓറിയന്റേഷൻ. ഒരെണ്ണം 5' to 3' ആണെങ്കിൽ അടുത്തത് 3' to 5' ആയിരിക്കുമെന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, ഇനി ഈ രണ്ട് ആൾക്കാരും ദാ ഇവിടെ പൊളാരിറ്റി കാണിച്ചിട്ടുണ്ട്, 3' to 5', 5' to 3'. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈ രണ്ട് ചെയിനും ഇന്ററാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ഹൈഡ്രജൻ ബോണ്ട് ഇൻ ബിറ്റ്വീൻ നൈട്രജൻ ബേസ്. അത് സെന്ററിലേക്കാണ് നിൽക്കുന്നത്. ആൻഡ് ദ ഗ്രേ കളർ ഈ കാണിച്ചിരിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് അത് ഫോസ്ഫേറ്റും ഷുഗറും ആണ്. ദാറ്റ് ഇസ് എ ബാക്ക് ബോൺ ഓഫ് DNA. നടുക്കോട്ട് നിൽക്കുന്നത് നൈട്രജൻ ബേസ് ആണ്, അവിടെയാണ് ഹൈഡ്രജൻ ബോണ്ട്. ഈ ഹൈഡ്രജൻ ബോണ്ടാണ് ഈ രണ്ട് സ്ട്രാൻഡുകളെയും അടുപ്പിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ബേസ് പെയറിംഗ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അഡെനിൻ വിൽ പെയർ വിത്ത് തൈമിൻ വിത്ത് 2 ഹൈഡ്രജൻ ബോണ്ട്സ്. ദെൻ ഗ്വാനിൻ ആണെങ്കിലോ സൈറ്റോസിനുമായിട്ട് പെയർ ചെയ്യും വിത്ത് 3 ഹൈഡ്രജൻ ബോണ്ട്സ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ വാട്സൺ ആൻഡ് ക്രിക്ക് ബേസ് പെയറിംഗ് എന്ന് വിളിക്കുക. നമുക്കറിയാം DNA കണ്ടുപിടിച്ചത് വാട്സണും ക്രിക്കും ചേർന്നാണ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് റോസലിൻഡ് ഫ്രാങ്ക്ലിൻ്റെ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫിക് ഇമേജ്. അപ്പം ഈ പെയറിങ്ങിന് നമ്മൾ വിളിക്കുന്നത് വാട്സൺ ആൻഡ് ക്രിക്ക് പെയറിംഗ് എന്നാണ്. നോർമൽ യൂഷ്വൽ പെയറിംഗ് അഡെനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ. അതേ സമയത്ത് നമുക്ക് വേറൊരു തരത്തിലുള്ള പെയറിംഗ് ഉണ്ട്, അതും കൂടെ ഓർത്ത് വെക്കുക. ഇവിടെ ബന്ധപ്പെട്ടതല്ല, വോബിൾ ബേസ് പെയറിംഗ്. വോബിൾ പെയറിംഗ് നമ്മൾ ട്രാൻസ്ലേഷൻ പഠിക്കുന്ന സമയത്ത് ആൻറ്റികോഡോണിൻ്റെ മൂന്നാമത്തെ ആമിൽ ഒരു അൺയൂഷ്വൽ പെയറിംഗ് നമുക്ക് കാണാൻ സാധിക്കും. ദാറ്റ് ഈസ് കോൾഡ് വോബിൾ ബേസ് പെയറിംഗ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. വോബിൾ പെയറിംഗ് നമ്മൾ ആ ട്രാൻസ്ലേഷൻ്റെ സമയത്ത് പഠിച്ചോണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നോർമൽ പെയറിംഗ് ആണ്, ദാറ്റ് ഈസ് വാട്സൺ ആൻഡ് ക്രിക്ക് ബേസ് പെയറിംഗ്. അടുത്തത് എന്ത് ഒക്കെ ഫോഴ്സുകളാണ് ഈ DNA സ്റ്റേബിൾ ആയിട്ട് നിലനിർത്തുന്നത്? ഒന്ന് ഒരു ബേസ് സ്റ്റാക്കിംഗ് ഇൻട്രാക്ഷനും 2 ഹൈഡ്രജൻ ബോണ്ടുമാണ്. അതായത് നിങ്ങൾ ഈ ഫിഗർ നോക്കി കഴിയുമ്പോൾ DNA ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് അല്ലേ. ഇങ്ങനെ അടുക്കി വെക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു പൈ ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ, അതാണ് ഒരു ബേസ് സ്റ്റാക്കിംഗ് അല്ലേ. നമ്മളിങ്ങനെ ബുക്കുകൾ ഇങ്ങനെ അടുക്കി വെക്കുമ്പോൾ അവിടെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇഷ്ടിക ഇങ്ങനെ അടുക്കി വെക്കുന്ന ആ ഒരു സ്റ്റെബിലിറ്റി, അതേപോലത്തെ ഒരു ബേസ് സ്റ്റാക്കിംഗ്, ആ ഫോഴ്സിന്റെ പേര് തന്നെ അങ്ങനെയാണ്, ബേസ് സ്റ്റാക്കിംഗ് ഇൻട്രാക്ഷൻ. ബേസുകൾ അടുക്കി വെക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ഫോഴ്സ്. ഒന്ന് അത്, ഈ ഒരു ഫോഴ്സാണ് DNA ഡബിൾ ഹെലിക്സിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഫോഴ്സ് ദ ബേസ് ബേസ് സ്റ്റാക്കിംഗ് ഇൻട്രാക്ഷൻ. സെക്കൻഡ് വൺ ഈസ് ബേസ് പെയറിംഗ് ഇൻട്രാക്ഷൻ, അതായത് ഹൈഡ്രജൻ ബോണ്ട്, നൈട്രജൻ ബേസുകൾ തമ്മിലുള്ള ഈ പറയുന്ന ഹൈഡ്രജൻ ബോണ്ട്. ഈ 2 ഫോഴ്സുകളാണ് DNA സ്റ്റെബിലൈസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് ഹൈഡ്രജൻ ബോണ്ട്, സെക്കൻഡ് വൺ കോൺട്രിബ്യൂട്ട് സ്റ്റാക്കിംഗ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ബേസ്, അതായത് ബേസുകളെ അടുക്കി വെക്കുന്നത് മൂലം ഉണ്ടാകുന്ന സ്റ്റാക്കിംഗ് ആണ് അടുത്തതെന്ന് പറയുന്നത്. അവിടെ ഒരു പൈ ഇൻട്രാക്ഷൻ ആണ് ഉണ്ടാകുന്നത്. ഈ പേരുകൾ ഓർത്ത് വെച്ചേക്കണം, എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ ഒക്കെ ചോദിക്കാറുണ്ട്. അടുത്തത് ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സ്പെസിഫിസിറ്റി ഓഫ് ബേസ് പെയറിംഗ്. അടുത്ത പോയിന്റ് അതാണ്. അതായത് കൃത്യമായിട്ട് അഡെനിൻ വിൽ പെയർ വിത്ത് തൈമിൻ, ഗ്വാനിൻ വിൽ പെയർ വിത്ത് സൈറ്റോസിൻ. അതായത് ഇവിടെ നോക്കിക്കേ, അഡെനിൻ ആൻഡ് സൈറ്റോസിൻ വന്നാലും they will not pair because ആ കറക്റ്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ ഡോണറും അക്സെപ്റ്ററും വന്നാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഹൈഡ്രജൻ ബോണ്ടിങ് അവിടെ ഉണ്ടാവുള്ളൂ. ഇവിടെ നോക്കുക, ഇവിടെ രണ്ടിടത്തും ഡോണറാണ്, സോ ദർ ഇസ് നോ ഹൈഡ്രജൻ ബോണ്ട്. ഇവിടെ രണ്ടിടത്തും അക്സെപ്റ്റേഴ്സ് ആണ്, നോ ഹൈഡ്രജൻ ബോണ്ട്. അപ്പം ആ ഒരു കെമിക്കൽ സ്ട്രക്ചർ കൊണ്ടിട്ടാണ് അഡെനിനും തൈമിനും ഗ്വാനിനും സൈറ്റോസിനും പെയർ ചെയ്യുന്നത്. അതല്ലാതെ നോർമൽ കണ്ടീഷനിൽ ഒരിക്കലും ഓൾട്ടർനേറ്റീവ് പെയറിംഗ് നടക്കില്ല. കാരണം രണ്ടിടത്തും അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ടും ഡോണേഴ്സ് ആണ്, ഇവിടെ രണ്ടും അക്സെപ്റ്റർ ആണ്. പെയറിംഗ് ചെയ്യണമെങ്കിൽ ഒരു ഡോണറും ഒരു അക്സെപ്റ്ററും ഒരു ഡോണറും വരണം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോവാണ്, ടൈപ്സ് ഓഫ് DNA. നമുക്ക് ആക്ച്വലി 3 ടൈപ്പ് DNA ആണ് പഠിക്കാനുള്ളത്. അതിൽ A, B ആൻഡ് Z ഫോം 3 ടൈപ്പ് DNAകളാണ് നമുക്കുള്ളത്. അതിൽ ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള DNA ഉണ്ട്, റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള DNA ഉണ്ട്. ഓക്കെ, അതിൽ മെജോറിറ്റി ഈസ് റൈറ്റ് ഹാൻഡഡ് ഡബിൾ ഹെലിക്സ്. നോക്കാം, DNA can be right handed or left handed. Usually majority of the DNA is right handed. നമുക്ക് കാണാമല്ലോ, റൈറ്റ് ഹാൻഡഡ് ആയിരിക്കും ഹെലിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ZDNA എന്ന് പറയുന്ന ഒരു ഫോം, ദാറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡഡ് DNA ഹെലിക്സ്.
മനസ്സിലാക്കി വെക്കുക. DNA യൂഷ്വലി റൈറ്റ് ഹാൻഡഡ് ആണ്, ZDNA മാത്രം ലെഫ്റ്റ് ഹാൻഡഡ് ആണ്. നമുക്ക് ടൈപ്പ് പഠിക്കുമ്പോൾ അതിലേക്ക് കൂടുതൽ വരാം. അടുത്തത് ഈ DNA-ക്ക് ഒരു മേജർ ആൻഡ് മൈനർ ഗ്രൂവ് ഉണ്ട്. ഓക്കെ, DNA ഒരു ഹെലിക്സ് ആയിട്ട് ഫോം ചെയ്തു. ഇപ്പം 2 ഹൈഡ്രജൻ ബോണ്ടുകൾ വന്നു, ഇനി അവരൊരു ഹെലിക്സ് ആയിട്ട് ഫോം ചെയ്തു. ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ കാരണം, ഈ 2 ചെയിനുകളുടെ ഡബിൾ ഹെലിക്കൽ, നമ്മളൊരു കോണിപ്പിടി നോക്കുന്ന സമയത്ത് നമ്മൾ ആ കയറി പോകുന്ന മേളിലത്തെ പോർഷൻ ഉണ്ട് അല്ലെ, അടിയിലൊരു പോർഷൻ ഉണ്ട്. ആ നമ്മൾ കയറി പോകുന്ന ആ ഒരു പോർഷൻ്റെ അടിയിലുള്ള പോർഷൻ, ദാറ്റ് ഈസ് മേജർ ആൻഡ് മൈനർ ഗ്രൂവ്. ഒരു സർക്കുലാർ കോണിപ്പിടി നിങ്ങൾ ആലോചിക്കുക, അതിൽ നമ്മൾ ചവിട്ടി കയറുന്ന ആ പോർഷൻ അല്ലെ, അതിൻ്റെ നേരെ താഴെയുള്ള പോർഷൻ, ദാറ്റ് ഈസ് മേജർ ആൻഡ് മൈനർ ഗ്രൂവ്. ഫിഗർ നോക്കിക്കേ, ദാ one is major groove, another is minor groove. കണ്ടോ, ഇതാണ് മൈനർ ഗ്രൂവ് ആൻഡ് ദിസ് ഇസ് മേജർ ഗ്രൂവ് ആൻഡ് ദിസ് ഇസ് മൈനർ ഗ്രൂവ്. അടിയിലുള്ള പോർഷൻ മൈനർ ഗ്രൂവും മേലുള്ള പോർഷൻ മേജർ ഗ്രൂവ് ആയിട്ട് നിങ്ങൾ വിചാരിക്കുക. അപ്പം മേജർ ആൻഡ് മൈനർ ഗ്രൂവ് ഉണ്ട് DNA-ക്ക്. അതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് 2 grooves are there. ഈ ഗ്രൂവ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലേക്ക് പല റെഗുലേറ്ററി മോളിക്യൂൾസും ഇപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ്റെ സമയത്തൊക്കെ പല ആളുകളും വന്ന് ബൈൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ DNA ഒക്കെ ഫോൾഡ് ചെയ്യുന്ന സമയത്തൊക്കെ പല ആളുകളും വന്ന് ബൈൻഡ് ചെയ്യുന്നൊക്കെ ഉണ്ട്. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മേജർ മൈനർ ഗ്രൂവ്സ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് ഇതിൽ വരാൻ പോകുന്നു, ടൈപ്പ് പഠിക്കുമ്പോൾ ആരിലൊക്കെയാണ് ഏതൊക്കെ ടൈപ്പ് മേജർ മൈനർ ഗ്രൂവ് ആണെന്ന് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഡബിൾ ഹെലിക്സ് എക്സിസ്റ്റ് ഇൻ മൾട്ടിപ്പിൾ കൺഫർമേഷൻ. A കൺഫർമേഷൻ അല്ലെങ്കിൽ 3 ടൈപ്പ് DNA ഉണ്ട്. A ഫോം ഓഫ് DNA, B ഫോം ഓഫ് DNA, Z ഫോം ഓഫ് DNA. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത്, നമ്മുടെ വാട്സണും ക്രിക്കും പറഞ്ഞ ആ DNA എന്ന് പറയുന്നത് ദാറ്റ് ഈസ് B ഫോം ഓഫ് DNA. നോർമലായിട്ട് കാണപ്പെടുന്ന നമ്മുടെ കോശങ്ങളിൽ കാണപ്പെടുന്ന DNA ദാറ്റ് ഈസ് ഓൾസോ B ഫോം ഓഫ് DNA. ഓക്കെ, ഇനി RNA-യുമായിട്ട് സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉള്ള DNA ഏതാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് A ഫോം ഓഫ് DNA. അതും ഓർത്ത് വെച്ചേക്കണം. അതിൽ ഈ ആദ്യം കാണിച്ചിരിക്കുന്ന Bയും Aയുമാണ് റൈറ്റ് ഹാൻഡഡ് ആൽഫ ഹെലിക്സ്. അതേ സമയത്ത് ZDNA നോക്കിക്കേ, സിക്സാഗ് DNA ആണ്, ദാറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡഡ്. ഓർത്ത് വെച്ചേക്കുക. ഈ ടേബിളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ദാ ഹെലിക്കൽ സെൻസ് ADNA റൈറ്റ് ആണ്, B റൈറ്റ് ഹാൻഡഡ് ആണ്, ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഒരേ ഒരാളേ ഉള്ളൂ, ദാറ്റ് ഈസ് ZDNA. പിന്നെ പഠിക്കേണ്ടത് ഡയമീറ്റർ ഒന്ന് പഠിച്ചേക്കണം. BDNA-യുടെ മാത്രമായാലും മതി. 20 ആൻസ്ട്രം ആണ് BDNA-യുടെ ആ ഡയമീറ്റർ അല്ലേ. ആ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 20 ആൻസ്ട്രം ആണ്. ഇത് 20 ആൻസ്ട്രം ആണ്, പഠിച്ചേക്കണം. ദെൻ ബേസ് പെയർ പെർ ഹെലിക്കൽ ടേൺ. ഒരു ടേണിൽ നമ്മളിപ്പോൾ ഇതൊരു ടേൺ എടുക്കുവാണെങ്കിൽ ആ ഒരു ടേണിൽ എത്ര ബേസ് പെയർ ഉണ്ട്? 10 എണ്ണമാണ് BDNA-യിലുള്ളത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 10.5, 10.5. നിങ്ങൾ 10 പഠിച്ചാലും മതി. ഒരു ടേണിൽ 10 അഡെനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ ബേസ് പെയറുകൾ ഉണ്ടാവും. ക്ലിയർ? ഇനി അതാണ് അവിടെ പഠിക്കേണ്ടത്. ബേസ് പെയർ പെർ ഹെലിക്കൽ ടേൺ ഈസ് 10 അല്ലെങ്കിൽ 10.5. പിന്നെ അവിടെ നിന്ന് എല്ലാം നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചാൽ മതി. പിന്നെ മേജർ ഗ്രൂവിൻ്റെ പ്രത്യേകത എല്ലാം BDNA ഫുള്ള് പഠിച്ചേക്കുക. മേജർ ഗ്രൂവ് ഈസ് വൈഡ് ആൻഡ് ഡീപ്പ്. കുറച്ച് വൈഡാണ്, ഡീപ്പാണ്. അതേസമയത്ത് മൈനർ ഗ്രൂവ് നാരോ ആൻഡ് ഡീപ്പാണ് അല്ലേ, നേരെ ഓപ്പോസിറ്റ് ആണ്. വൈഡ് ആൻഡ് ഡീപ്പ്, നാരോ ആൻഡ് ഡീപ്പ്, അങ്ങനെ ഓർത്ത് വയ്ക്കുക. ദെൻ ഷുഗർ പക്കറിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഷുഗർ ഉണ്ടല്ലോ, ഡിയോക്സി റൈബോസിൻ്റെ 2ാമത്തെ കാർബൺ C2 എൻഡോ എന്ന് വെച്ചാൽ 2ാമത്തെ കാർബൺ ഉള്ളിലേക്ക് ഇതുപോലെ നിൽക്കുന്നു. C2 എൻഡോ 2ാമത്തെ കാർബൺ ഉള്ളിലേക്ക് നിൽക്കുന്നെങ്കിൽ കണ്ടോ, 2ാമത്തെ കാർബൺ ഇത് ഉള്ളിലേക്ക് നിൽക്കുമല്ലേ BDNA-യിൽ, ദാറ്റ് ഈസ് C2 എൻഡോ. ആ പേരിലുണ്ട് C2 എൻഡോ. അടുത്തിട്ട് C2 എൻഡോ എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഓഫ് BDNA. 3ാമത്തെ കാർബൺ ഉള്ളിലേക്ക് നിൽക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് C3 എൻഡോ. ADNA-യിൽ C3 എൻഡോ. അതും ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ദെൻ ഇൻ കേസ് ഓഫ് ZDNA C2 എൻഡോ ഫോർ പിരമിഡിൻസ്. അതായത് നമ്മുടെ തൈമിനും അതുപോലെ തന്നെ സൈറ്റോസിനും C2 എൻഡോയാണ്. അഡെനിനും ഗ്വാനിനും എന്താണ്? C3 എൻഡോയാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അത്രയാണ് അവിടെ നിന്നുള്ളത്. പിന്നെ അടുത്തൊരു ഗ്ലൈക്കോസൈഡിക് ബോണ്ടിൻ്റെ കൺഫോർമേഷനാണ്. അതായത് ഷുഗർ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലൈക്കോസൈഡിക് ബോണ്ടിൽ നൈട്രജൻ ബേസ് റൈബോസിൻ്റെ നേരെ ഇങ്ങോട്ടാണ് നിൽക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സിൻ കൺഫോർമേഷൻ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കും. അതേസമയത്ത് ആൻറ്റി എന്ന് പറഞ്ഞാൽ ഷുഗറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഡയറക്ഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ആൻറ്റി കൺഫോർമേഷൻ. മനസ്സിലായോ? അതായത് നമ്മുടെ ഷുഗറിൻ്റെ സെയിം ഡയറക്ഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ആര്? നൈട്രജൻ ബേസ് സിൻ കൺഫോർമേഷൻ സെയിം എന്നും, അല്ല ഓപ്പോസിറ്റ് ആണെങ്കിൽ ആൻറ്റി എന്നും വിളിക്കും. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്.
ബോത്ത് എ ആൻഡ് ബി DNA രണ്ടിലും ഗ്ലൈക്കോസൈഡിക് ബോണ്ട് കൺഫർമേഷൻ ആൻറ്റിയാണ്, എവേ ഫ്രം ഷുഗർ ആണ്. പക്ഷേ ഈ ഫിഗർ നോക്കിയാൽ ഈസി ആയിട്ട് മനസ്സിലാവും. പക്ഷേ ഇൻ കേസ് ഓഫ് ZDNA ഇറ്റ് ഈസ് സിൻ ആൻറ്റി ഫോർ പിരമിഡിൻ ബട്ട് സിൻ ഫോർ പ്യൂരിൻ എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ടേബിൾ ഒന്ന് പഠിച്ചേക്കണേ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് DNA കുറിച്ചിട്ടാണ്. DNA എന്താണ്, ന്യൂക്ലിയോസൈഡ് എന്താണ് അല്ലേ, ഡിയോക്സി ഷുഗറും അതുപോലെ തന്നെ നൈട്രജൻ ബേസും മാത്രം ചേർന്ന് ന്യൂക്ലിയോസൈഡ് ഉണ്ടായി. അതിലേക്ക് ഫോസ്ഫേറ്റും കൂടെ വന്നപ്പോൾ അത് ന്യൂക്ലിയോടൈഡ് ആയിട്ട് മാറി. ഇവർ ഫോസ്ഫോഡൈഎസ്റ്റർ ബന്ധനം വഴി ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ടായി. അവർ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് വന്നിട്ട് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ടായി. അവർ ഹെലിക്കൽ ഫോമിലേക്ക് വന്നു. അതിൻ്റെ പലതരത്തിലുള്ള DNAകളെ പറ്റി നമ്മൾ പറഞ്ഞു. ഒരു DNAയുടെ പ്രത്യേകതകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമ്മുടെ ജൂനിയർ സയന്റിഫിക് ഓഫീസർ എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഒക്ടോബർ ഡിസംബർ ഷെഡ്യൂളാണ്. അപ്പോൾ ഈ ഒക്ടോബർ ഡിസംബർ എന്ന് പറയുമ്പോൾ ഇത് അടുത്ത് വന്നു കഴിഞ്ഞു അല്ലേ. നമുക്ക് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് അത്രയും വാസ്റ്റ് ആണ്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത്രയും വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് കവർ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നതിന് വേണ്ടി ഇനി സമയം കളയാനില്ല. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നതിന് വേണ്ടി ഏണസ്റ്റ് അക്കാഡമി വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ താഴെ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. സമയം കളയാതെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു.